കന്നഡ വ്യാപാര രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എജെ ഒപ്റ്റിക്കൽസ്. എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു. എജെ ഒപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, ഓട്ടുപാറ. ഫോൺ നമ്പർ 6282021099. സംസ്ഥാന പാതയിലെ വിവിധയിടങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ തെന്നിമറിഞ്ഞ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. ഓയിലിന് സമാനമായ ദ്രാവകം റോഡിലേക്ക് ഒഴുകിയതാണ് അപകടങ്ങൾക്ക് വഴിവെച്ചത്. അപകട മേഖലയിൽ ഫയർഫോഴ്സ് എത്തി മാലിന്യം നീക്കം ചെയ്തു. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ കോലഴി മുതൽ അകമല വരെയുള്ള ഭാഗങ്ങളിലാണ് ഇരുചക്ര വാഹനങ്ങൾ തെന്നിമറിഞ്ഞുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റത്. അകമലയിൽ വെച്ചുണ്ടായ അപകടത്തിൽ വാണിയംകുളത്തെ കോളേജിലേക്ക് പരീക്ഷ എഴുതുവാനായി പോവുകയായിരുന്ന ഓട്ടുപാറ പരുത്തിപ്ര ചാത്തൻകോട്ടിൽ മുഹമ്മദ് ഷക്കീറിന്റെ മകൻ 23 വയസ്സുള്ള മുഹമ്മദ് റയീസ്, സുഹൃത്ത് മംഗലം ചേറ്റൂട്ടി ഹൌസിൽ 23 വയസ്സുള്ള പ്രണവ് എന്നിവർക്ക് പരിക്കേറ്റു. അകമല HP പെട്രോൾ പമ്പിന് സമീപം വെച്ചാണ് തിങ്കളാഴ്ച രാവിലെ 8:30 ഇവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം റോഡിലൊഴുക്കിയ മാലിന്യത്തിൽ കയറി തെന്നിമറിഞ്ഞത്. മുഹമ്മദ് റയീസിന് കാലിനും കൈക്കും മുറിവുകൾ സംഭവിച്ചു. പ്രണവനും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇരുവരും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിയപ്പോൾ സമാനമായ രീതിയിൽ നിരവധി ആളുകൾ റോഡിൽ വീണ് പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയതായി ഇവർ പറയുന്നു. ഞങ്ങൾ വണ്ടിയിൽ പോയോണ്ടിരിക്കുകയായിരുന്നു, എക്സാമാണെന്ന്. അപ്പോൾ പോയോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അകമല വെച്ചിട്ട് റോട്ടിലെന്തോ നല്ല സ്മെല്ലുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ തൊട്ട് നല്ല രീതിയിൽ സ്മെല്ലുണ്ട്. പക്ഷേ അകമല വെച്ചിട്ട് നല്ലൊരു പാട പോലെ കെട്ടി കിടക്കുന്നുണ്ട്. അതിൽ കൊണ്ട് വണ്ടി എടുത്തപ്പോഴത്തേനും മറന്നു. ഇത് നമുക്ക് പെട്ടെന്ന് കാണില്ല, കാരണം സാധാ ഒരു വെള്ളം പോയ രീതിയിലാണ് കിടക്കുന്നത് കാണുന്നത്. പക്ഷേ അല്ലെങ്കിൽ കയറുമ്പോഴത്തേനും ആൾക്കാർ മറിഞ്ഞു വീഴുക. ഞാനിപ്പോൾ വീണ സമയത്ത് തന്നെ ഒരു 4-5 ആൾക്കാർ എൻ്റെ അടുക്ക് വന്നിട്ട് ഇതുപോലെ വീണുണ്ട്, അത് ഒന്ന് കംപ്ലൈൻറ്റ് കൊടുക്കണം, പോലീസിൻ്റെ ഒക്കെ പറയണം എന്നൊക്കെ പറഞ്ഞു. ഇത് ഒരു 8:30 ഞങ്ങൾ എക്സാമിന് പറഞ്ഞു. അപ്പോൾ സാധാ പോലെ സമയത്ത് ഇറങ്ങി അങ്ങനെ പോയോണ്ടിരിക്കുക. ഒരു 30-40 പോകുമ്പോൾ തന്നെ ആൾക്കാർ സ്കിഡായി വീഴുന്നുണ്ട്. തീരെ കൺട്രോൾ കിട്ടണില്ല ആൾക്കാർക്ക്. ഞങ്ങൾ പോലീസിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അല്ല, ഇവനുണ്ടായിരുന്നു, ഇവൻ്റെ കാലിൻ്റെ അവിടെയൊക്കെ ഉള്ളിൽ സ്ക്രാച്ച് ഉണ്ട്. അതുപോലെ തന്നെ കൈ ഇതായിട്ടുണ്ട്, കാൽമുട്ട്, അതുപോലെ കാലിൻ്റെ ഇവിടെ വേദന ഉണ്ട്. ആംഗിളിലൊക്കെ നല്ല രീതിയിൽ പൊട്ടലില്ല. അതുപോലെ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ കുറേ കേസുകളുണ്ട്. പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി റോഡിലെ മാലിന്യം വെള്ളം പമ്പ് ചെയ്ത് നീക്കം ചെയ്തു. ദുർഗന്ധം വമിക്കുന്ന എല്ലുപൊടിക്ക് സമാനമായ കൊഴുത്ത ദ്രാവകമാണ് റോഡിൽ വീണതെന്നാണ് അനുമാനിക്കുന്നത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കലേഷ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സവാദ്, വൈശാഖ്, സുധീഷ്, നിതിൻ എന്നിവരും പങ്കെടുത്തു. VCV ന്യൂസ്, വടക്കാഞ്ചേരി.